അങ്ങനെ ഭഗവാൻ എല്ലാവരെയും അനുഗമിപ്പിച്ച് ഗോവർദ്ധന സമീപത്തെത്തി. അവിടെ ബാലലീലയിലെ ലാഘവത്തോടെ ഭഗവാൻ ഒറ്റ കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു. തുടർന്ന് ഭഗവാൻ എല്ലാവരോടും സകുടുംബം ആ പർവ്വതത്തിന്റെ താഴെ ഇന്ദ്രനെ ഭയപ്പെടാതെ താമസിക്കുവാൻ നിർദ്ദേശിച്ചു. അത് കേട്ട ഗോപികാ-ഗോപന്മാർ തങ്ങളുടെ കുടുംബങ്ങളോടും ഗോക്കളോടും കൂടെ പർവ്വതത്തിന്റെ താഴെ അഭയം പ്രാപിച്ചു. ശ്രീകൃഷ്ണൻ സഹായത്തിനായി ബലരാമനും മറ്റു ഗോപന്മാരും അവരവരുടെ വടികൾ ഉയർത്തിപ്പിടിച്ച് പർവ്വതത്തെ താങ്ങി നിർത്തി. സുദർശനചക്രം മുകളിൽ നിലകൊണ്ട് മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ജലം മുഴുവൻ കുടിച്ചുവറ്റിച്ചു. അതേസമയം അനന്തശേഷൻ താഴെ ചുരണ്ടുകിടന്ന് നാലുദിക്കുകളിൽ നിന്നുമെത്തിയ ജലപ്രവാഹങ്ങളെ തടഞ്ഞു നിർത്തി. അങ്ങനെ ഭഗവാൻ 7 ദിവസം ഗോവർദ്ധനത്തെ താങ്ങി നിന്നു. എന്നിട്ടും ക്രോധത്തിൽ അന്ധനായ ഇന്ദ്രൻ തന്റെ ദേവസൈന്യത്തോടൊപ്പം ഐരാവതത്തിൽ ആരോഹണം ചെയ്തു വൃന്ദാവനത്തിലെത്തി. ബ്രജഭൂമിയെ സംഹരിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു. എന്നാൽ അതേ നിമിഷം തന്നെ ഭഗവാൻ ഇന്ദ്രന്റെ ഭുജങ്ങളെ മരവിപ്പിച്ചു. അതോടെ ഇന്ദ്രൻ ഭയത്താൽ പലായനം ചെയ്തു.